ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പൗർണമിയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ ഒരു 3 ആഗ്രഹങ്ങൾ. ഞാൻ 3 ആഗ്രഹങ്ങൾ എന്നിവിടെ പറഞ്ഞത് മാക്സിമം 3 ആഗ്രഹങ്ങൾ. നിങ്ങൾക്കിപ്പം ഒരാഗ്രഹമേ സാധിക്കാനുള്ളൂവെങ്കിലും അത് സാധിച്ചെടുക്കാം. മാക്സിമം 3 ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ₹1 ഒരു നാണയം മാത്രം മതിയാവും നമുക്കതിന് വേണ്ടിയിട്ട്. അതിന് പർട്ടിക്കുലറായിട്ടുള്ളൊരു ടൈമുമുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കിയതിന് ശേഷം ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധിച്ചു തന്നിരിക്കും. കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ടൈമാണ് ഇന്നത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾക്ക് ഇന്ന് രാത്രി, ഇന്നത്തെ സമയം എന്ന് പറയുന്നത് 10 മണി മുതൽ ഒരു 11:10 വരെയുള്ളൊരു സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇനിയിപ്പം ഒരു 12 മണി വരെയും നമുക്ക് എടുക്കാം. എന്നാൽ തന്നെയും 10 മുതൽ 11:10 വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം പവറുള്ളൊരു സമയമാണ്. അപ്പം ആ ഒരു സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടിരിക്കുന്നൊരു സമയമായിരിക്കും. നോൺ വെജ് കഴിച്ചു, പുലവാലായ്മ, പീരിയഡ്സ് ഇവയൊന്നും ഇവിടെ ബാധകമല്ല. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യുകയും ചെയ്യാം. പക്ഷേ വേണ്ടത് നമ്മൾ എല്ലാ തിരക്കുകളും ഒഴിച്ച് സ്വസ്ഥമായി ശാന്തമാവണം നമ്മുടെ മനസ്സ് ആ ഒരു സമയത്തേക്ക്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രപഞ്ചം നമ്മളിലോട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും സ്വസ്ഥമാവണം, ശാന്തമാവണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ച് ഒരു 10 മണിയാകുമ്പോഴേക്കും കാലും കൈയും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആകും. ഇനിയിപ്പോൾ രാത്രി കുളിക്കുന്നൊരു ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യുന്നതിന് മുമ്പ് കുളിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ കുളിക്കുമ്പം നമ്മുടെ ബോഡി ഒന്ന് തണുക്കും. അപ്പം നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആകും, നമുക്കൊരു കൂൾ ഫീലിംഗ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി കുളിക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് കാലും കൈയും മുഖമൊക്കെ നല്ല വൃത്തിക്കൊന്ന് കഴുകി നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സ് എടുക്കുക. നല്ല ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കും എന്താ പറയുന്ന ഒരു വായു സഞ്ചാരം ഇല്ലാതെ പോകുക. അപ്പം നല്ല ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളുടെ വീട്ടിൽ എവിടെ ഇരുന്നാലാണോ ചന്ദ്രനെ കാണാൻ പറ്റുന്നത്, അതായത് ഇന്ന് രാത്രി നിറഞ്ഞ നിലാവാണ്. അപ്പം ആ ഒരു പൗർണമി, ആ ഒരു ചന്ദ്രനെ കാണാൻ പറ്റുന്നത് ബാൽക്കണിയിലോ ടെറസിലോ ഇനിയിപ്പം ജനലിൻ്റെ സൈഡിലിരുന്നാൽ അങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇനിയിപ്പോൾ മഴയാണ്, പുറത്തിറങ്ങാനൊന്നും നിവൃത്തിയില്ല, ചന്ദ്രനെ കാണാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ എന്നോർത്ത് വിഷമിക്കേണ്ട, ചെയ്യാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ചന്ദ്രൻ്റെ ആ ഒരു കിരണങ്ങൾ ഏറ്റുകൊണ്ട് ചന്ദ്രനെ കണ്ണുകൊണ്ട് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ ഫലം ലഭിക്കും. അങ്ങനെ സ്വസ്ഥമായ ഒരിടത്തിരിക്കുക. ഒരു മാറ്റൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്തായിട്ടിരുന്നാൽ മതിയാവും. എന്നിട്ട് എന്തെങ്കിലും ഒരു ദീപവും കൂടി കത്തിച്ച് വെക്കണം. ദീപം എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിളക്ക്, ബ്രാസിൻ്റെ വിളക്ക് അങ്ങനെയൊന്നുമല്ല. നമുക്കിപ്പം കടകളിലൊക്കെ നല്ല സ്മെല്ലുള്ള അരോമാറ്റിക് ദിയാസ് മേടിക്കാൻ കിട്ടും, ക്യാൻഡിൽസ്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിലും ഒരു വെളുത്ത മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ച് വെച്ചാലും മതിയാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ദീപം കത്തിക്കുന്നതിനെ യാതൊരു രീതിയിലുമുള്ള റെസ്ട്രിക്ഷൻസും ബാധിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഒരു ദീപം കത്തിച്ച് വെക്കുക. നല്ല അരോമാറ്റിക് ആയിട്ട് നല്ല ലാവൻഡറിൻ്റെയൊക്കെ സ്മെല്ലുള്ള ദിയാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും കൂടി ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളത്, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ദീപം കത്തിച്ച് വെക്കണം എന്നുള്ളത്. തെക്കൊഴിച്ചുള്ള എന്ത് ഡയറക്ഷനും നിങ്ങൾക്കിവിടെ സ്വീകരിക്കാവുന്നതുമാണ്. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് നമ്മുടെ മൈൻഡൊന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ഫ്രണ്ടിലായിട്ട് വെക്കുക. വെള്ളം നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊന്നുമല്ല ഇത്, എന്നാൽ പോലും നമ്മൾ പ്യുവർ വാട്ടർ എടുക്കണം. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഗ്ലാസ്, അതായത് നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ എടുക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. അത് ശ്രദ്ധിക്കണം. നിറച്ച് തുളുമ്പി വേണമെന്നൊന്നുമില്ല, എന്നാൽ പോലും ഒരു 1/4 ഭാഗത്തോളം വെള്ളമെടുത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കുക. അതിന് ശേഷം ₹1 5 രൂപയുടെയോ 2 രൂപയുടെയോ നിങ്ങൾക്ക് എത്ര രൂപയുടെ നാണയമാണോ കയ്യിൽ കിട്ടുന്നത് ആ ഒരു നാണയം എടുത്ത്
നമ്മുടെ വലത് കൈക്കുള്ളിൽ പിടിച്ചിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈ അടച്ചു പിടിക്കുക. എല്ലാവർക്കും അതറിയാമല്ലോ. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ എന്നോട് സംശയം ചോദിച്ചു, എങ്ങനെയാണ് ഇടത് കൈ കൊണ്ട് വലത് കൈ അടച്ചു പിടിക്കുന്നത്, അതിനൊന്നും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒന്നറിയാമല്ലോ. നമ്മൾ നമ്മുടെ വലത് കൈക്കുള്ളിൽ നാണയം വെക്കുന്നു, ഇടത് കൈ കൊണ്ട് വലത് കൈ അടച്ചു പിടിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാക്സിമം 3 ആഗ്രഹങ്ങൾ ചിന്തിക്കാം. ഇവിടെ ആഗ്രഹങ്ങളെന്നല്ല, നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ ആവശ്യം നമ്മൾ ചോദിച്ച് മേടിക്കുകയാണ് പ്രപഞ്ചത്തിനോട് ചെയ്യുന്നത്. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഇവിടെ ചിന്തിക്കേണ്ടതിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പം ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്. നിങ്ങളപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ ആ ഒരു 10 ലക്ഷം രൂപ കടം തീരുന്നു. അങ്ങനെയല്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും ഒരു 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ വരുന്നു എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നും 10 ലക്ഷം രൂപ വരാനുള്ള വഴി ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ നിറഞ്ഞ മനസ്സോടും സന്തോഷത്തോടും കൂടി ചിന്തിക്കുന്നത് 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വന്നു, നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങിക്കുന്നു, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മക്കളുടെ വിവാഹം എന്ന് പറയുന്നൊരു സ്വപ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? മക്കളുടെ വിവാഹം കഴിയുന്നതും താലി കെട്ടുന്നതും. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പകരം മക്കളുടെ വിവാഹം കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങൾ, ചിലപ്പം മോൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത്, മകളുടെ ആണെന്നുണ്ടെങ്കിൽ മകൾ പ്രഗ്നൻ്റ് ആവുന്നത്, അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, അവരിടയ്ക്കിടയ്ക്ക് വിസിറ്റിങ്ങിനായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത്, ആ സമയത്തെ മകളുടെ അല്ലെങ്കിൽ മകൻ്റെ മുഖത്തെ സന്തോഷം, ഇങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങൾ വേണം നമ്മളിവിടെ ചിന്തിക്കാൻ. അതേപോലെ മകൻ്റെയോ അല്ലെങ്കിൽ മകളുടെ ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മോൻ അവിടെ കയറി അവൻ്റെ ഒരു 2nd സെമസ്റ്റർ എക്സാം ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിസൾട്ട്, മക്കൾ മോനെ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ മോളെ അഭിനന്ദിക്കുന്നത്, അതുമല്ലെങ്കിൽ അവൻ ആ ഒരു +2 കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള പഠിപ്പ് കഴിഞ്ഞിട്ട് അതിൽ നിന്നും 100% വിജയം കൈവരിച്ച് ഇറങ്ങുന്നത്, എവിടെയെങ്കിലും ജോലിക്ക് കയറുന്നത്, അങ്ങനെ മുന്നോട്ട് നമ്മൾ ഒരുപാട് ഫ്യൂച്ചറിലോട്ട് ചിന്തിച്ച് ആ ഒരു കാര്യങ്ങൾ വേണം നമ്മുടെ മനസ്സിൽ ചിന്തിക്കാൻ. ഇതിപ്പോൾ ഒരു വീട് വെക്കുന്നതാണെങ്കിലും ആസ് യൂഷ്വൽ നിങ്ങൾ ആ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങൾ, അതല്ല ഒരു കുഞ്ഞുണ്ടാവുന്നതാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്, അത്രയും മുൻകൂട്ടി വേണം നമ്മൾ നമ്മുടെ മനസ്സിൽ ഈ നമ്മുടെ 3 ആഗ്രഹങ്ങളും, ആദ്യം ഒരാഗ്രഹം ഒരു 5 മിനിറ്റോ 1 മിനിറ്റോ ചിന്തിക്കുക, അത് നടന്നു കഴിഞ്ഞുള്ള ആ ഒരിത്, ശേഷം 2ാമത്തെ ആഗ്രഹം, അതിനുശേഷം 3ാമത്തെ ആഗ്രഹം, അങ്ങനെ ഓരോ ആഗ്രഹങ്ങളായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് അത് നടന്നു കഴിഞ്ഞു ആ ഒരു ഫീലിങ്, നമ്മുടെ ആ ഒരു ആവശ്യം നമ്മൾ പ്രപഞ്ചത്തിനോട് അവിടെ പറയുകയാണ്. അതായത് നമ്മൾ ഈ ഒരു നാണയം കയ്യിൽ വെച്ച് നമ്മുടെ ഈ 3 വിഷ് നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനുമായിട്ട് നമുക്ക് കണക്റ്റ് ആവണം. നമ്മൾ ഈ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളും നടന്നു എന്നുള്ളതിൻ്റെ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ കയ്യിലും വരണം, നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ടും വരണം. അപ്പം അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മളൊരു കാര്യം നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്താൽ തീർച്ചയായും ആ ഒരു കണക്ഷൻ നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ ബ്രെയിനും പ്രപഞ്ചവുമായിട്ട് നടന്ന് നമുക്കത് സാധിച്ചു കിട്ടും. അതാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. അപ്പോൾ നിങ്ങളിത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഡിസ്റ്റർബ് ചെയ്യരുതെന്നും വീട്ടിലുള്ളവരോട് പറയണം. അപ്പം ഒരാഗ്രഹത്തിന് 1 മിനിറ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് എത്ര സമയം എടുക്കും എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. അപ്പം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ 3ഉം വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് നമ്മുടെ ഹേർട്ട് ചക്ര, അതായത് നമ്മുടെ ഹൃദയമുണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ഈ ഒരു നാണയം വെക്കണം. അതായത് ഒട്ടിച്ച് വെക്കുക എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ ഒട്ടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മുടെ വലത് കൈയിൽ നിന്ന് അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തോട്ട് ഈ നാണയം വെച്ച് വലത് കൈ കൊണ്ടും ആദ്യം അത് ഇങ്ങനെ അടച്ച്, അതായത് നമ്മളിങ്ങനെ അമുക്കി പിടിക്കുമല്ലോ, അതുപോലെ പിടിച്ചിട്ട് ഇടത് കൈയും അതിന് മുകളിലായിട്ട് വെക്കണം. വെക്കുമ്പം ആ ഒരു മെറ്റൽ അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതായത് എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ ശരീരത്തോട് മുട്ടിക്കുമ്പം ആ ഒരു വസ്തു നമ്മുടെ ബോഡിയിൽ ടച്ച് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിൻ്റെ പുറത്തുകൂടി നമ്മുടെ ഹേർട്ട് ചക്രയുടെ ഭാഗത്ത് ആ ഒരു കോയിൻ വെക്കുമ്പം നമ്മുടെ കയ്യിൽ വെച്ചതുകൊണ്ട് തന്നെ കോയിൻ ഒരു ചൂടുണ്ടാകും. അപ്പം ആ ഒരു ചൂട് നമുക്ക് നമ്മുടെ ബോഡിയിൽ മനസ്സിലാകും. അങ്ങനെ ഒരു 5 മിനിറ്റ് ആ ഒരു നാണയം, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ പുറത്ത് ഹേർട്ട് ചക്രയുടെ ഭാഗത്തായിട്ട് നാണയം, അതിന് മുകളിൽ നമ്മുടെ വലത് കൈക്ക് മുകളിൽ നമ്മുടെ ഇടത് കൈയായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക.
ഞാനതിൻ്റെ പിക്ചർ, അതായത് ഒരു നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഉദാഹരണമായിട്ട് ഞാൻ സൈഡിലൊരു പിക്ചർ കാണിച്ചിരിക്കാം. അപ്പം അത് ഇങ്ങനെ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് നമ്മളത് മനസ്സിലൊന്ന് ചിന്തിക്കുക. നമ്മൾ ചിന്തിച്ച അതേ കാര്യങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലൊന്ന് ചിന്തിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് വീണ്ടും ആ നാണയം നമ്മുടെ വലത് കൈയിൽ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇപ്പം നിങ്ങൾ എവിടെയാണോ, ബാൽക്കണിയിലാണെന്നുണ്ടെങ്കിൽ ബാൽക്കണിയിൽ, ടെറസിലാണെന്നുണ്ടെങ്കിൽ ടെറസിൽ, അതല്ല വീടിനുള്ളിലാണെന്നുണ്ടെങ്കിൽ വീടിനുള്ളിൽ 8 അല്ലെങ്കിൽ 9 അടി നടക്കുക. അതായത് ഓരോ ചുവടെടുത്ത് വെക്കുമ്പോഴും 1, 2 എന്ന് എണ്ണി ഒരു 9 അടി നമ്മൾ നടക്കണം. 9 ചുവട് നടക്കുമ്പോൾ, ഓരോ ചുവട് നടക്കുമ്പോഴും ഓം നിത്യായ നമഃ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. ഒരുപാടൊന്നും വേണ്ട, 9 പ്രാവശ്യം. ഇത് വെളിയിലാണ്, ചന്ദ്രഭഗവാനെ കണ്ടുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പം നമ്മൾ ഓരോ ചുവട്, ഈ നാണയം നമ്മുടെ വലത് കൈയിലാണ്, നമ്മൾ ഓരോ ചുവടും ഓം നിത്യായ നമഃ, ഓം നിത്യായ നമഃ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ആ 9 ചുവട് നടക്കുമ്പം ഓരോ തവണ നമ്മൾ പറഞ്ഞു ടോട്ടൽ 9 പ്രാവശ്യം ഈ നിത്യായ നമഃ എന്നുള്ളത് നമ്മൾ പറഞ്ഞും കഴിയും. അതിനുശേഷം അങ്ങനെ നമ്മൾ 9 ചുവട് നടന്നു. 9ാമത്തെ ചുവട് ഓം നിത്യായ നമഃ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ നാണയം എടുത്ത് നമ്മുടെ 2 കണ്ണിന് പുറത്തും, കണ്ണടച്ച് നമ്മൾ കണ്ണിന് പുറത്തും വെച്ച് നമ്മുടെ നെറ്റി, പിരികത്തിന് നടുക്ക്, ആജ്ഞാചക്ര എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും കൂടി തൊട്ടിട്ട് നമ്മൾ ആ നാണയം കൊണ്ട് നേരെ, നമ്മൾ നേരത്തെ ഇരുന്ന ഭാഗത്ത് പോയിരുന്ന് ആ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ, ആ ഗ്ലാസ്സിനകത്തോട്ട് ഈ ഒരു നാണയം ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു ചന്ദ്രഭഗവാന്റെ കിരണങ്ങൾ ഏൽക്കുന്ന രീതിയിൽ വീടിന് വെളിയിലായിട്ട് ആ നാണയം വെച്ചിരിക്കുന്ന ആ ഗ്ലാസ് വെക്കുക. അടച്ചു വെക്കണം. അതാണ് ഞാൻ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ്. കാരണം കിരണങ്ങൾ നാണയത്തിലും ജലത്തിലും പതിച്ചിട്ട് ഇവ എനർജൈസ് ആവും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോയി കിടന്നുറങ്ങാവുന്നതാണ്. അപ്പം വീടിന് വെളിയിൽ, ടെറസിൽ, ബാൽക്കണിയിൽ, ജനലിൻ്റെ സൈഡിൽ എവിടെയാണോ ചന്ദ്രഗ്രഹണങ്ങൾ പതിയുന്നത് അങ്ങനെ വെക്കാം. ഇനിയിപ്പോൾ ചന്ദ്രഭഗവാന്റെ കിരണങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതിയാകും. അടച്ച് തന്നെ വെക്കണം. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് സൂര്യഭഗവാന്റെ കിരണങ്ങൾ ഈ ഒരു ജലത്തിലും നാണയത്തിലും പതിയരുത്. അതിനു മുൻപ്, അതായത് ഒരു 6 മണിക്ക് ഉള്ളിൽ, 5:45 ഉള്ളിൽ നിങ്ങൾ എഴുന്നേറ്റ് ആ ജലം എടുത്ത്, നമ്മുടെ നാണയമൊന്നും എടുക്കരുത്, ആ അടപ്പ് മാറ്റി, അടച്ചു വെച്ചിരിക്കുകയാണല്ലോ, അടപ്പ് മാറ്റി ആ ഗ്ലാസ് എടുത്ത് കയ്യിൽ വെച്ച് നമ്മുടെ വീടിൻ്റെ എല്ലാ കോർണറുകളിലും ഈ ഒരു ജലം നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യണം, കുറച്ചായിട്ട്. ഇപ്പം ഒരു മുറി എടുത്താൽ 4 മൂലകളുണ്ടാകും. ആ 4 മൂലകളിലും എത്ര ബാത്റൂമും ടോയ്ലറ്റും ഒഴിച്ച് നിങ്ങളുടെ വീട്ടിൽ എത്ര മുറിയുണ്ടോ ഓരോ മുറിയുടെ 4 കോണിലുമായിട്ട് ഈ ഒരു ജലം നമ്മൾ കുറേശ്ശെ സ്പ്രിങ്കിൾ ചെയ്യണം. സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം കുറച്ച് ജലം മിച്ചം വരും. ശേഷം നിങ്ങൾ കുളിക്കാൻ പോകുമ്പം, എപ്പോഴാണോ നിങ്ങൾ കുളിക്കുന്നത്, രാവിലെയാണോ വൈകിട്ടാണോ എപ്പോഴാണോ കുളിക്കുന്നത്, അതുവരെ ആ ഒരു ജലവും ഗ്ലാസും നാണയവും മാറ്റി വെച്ചിരിക്കണം. കുളിക്കാൻ നേരം മറക്കാതെ ഇതും കൊണ്ട് പോയി കുളിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആ ഗ്ലാസ്സിനകത്ത് വെള്ളവും നാണയവും അതേപടി നമ്മുടെ തലയിലോട്ട് കമത്തുക. കമത്തുമ്പം ചിലപ്പോൾ ഈ നാണയം താഴോട്ട് നിലത്ത് വീണേക്കാം, അല്ലെങ്കിൽ തലയിൽ തന്നെ ചിലപ്പോൾ ഇരിക്കാം. അതെങ്ങനെയായാലും പ്രശ്നമുള്ള കാര്യമല്ല. അതിന് ശേഷം ആ നാണയം എടുത്ത് മാറ്റി വെച്ച് ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് അടുത്ത മാസം പൗർണമി വരുന്നിടം വരെ എപ്പോഴൊക്കെ നിങ്ങൾക്കിത് ഓർമ്മ വരുന്നോ അപ്പോഴൊക്കെ ഈ നാണയം കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ലാസ്റ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കപ്പിനകത്ത് നിറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് ഈ നാണയം ഇട്ട് ആദ്യം കാണിച്ചതുപോലെ നമ്മൾ തലവഴി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു വിടുക. നാണയം നിലത്ത് പോകുമ്പോൾ അത് വീണ്ടും എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയാവും. അങ്ങനെ ഈ 1 മാസം മുഴുവൻ നിങ്ങളിത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന സമയത്ത് ചെയ്യണം. ആഴ്ചയിൽ ഒന്നെങ്കിലും മറക്കാതെ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലോട്ട് സാധിച്ചു കിട്ടുന്നതായിരിക്കും. ഇക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് ചെയ്ത് നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചാൽ വരുന്ന പൗർണമിക്ക് വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് ഇത് തന്നെ ചെയ്യാം. ഈ ഒരു നാണയം തന്നെ സൂക്ഷിച്ച് വെച്ചാലും മതിയാകും. വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ പൗർണമി ടെക്നിക്കാണിത്. കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. വളരെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.